കർത്താവ് ഒരിക്കലും നമ്മെ എവിടെയും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല. നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ്, നമുക്ക് വേണ്ടുന്ന ആലോചനകൾ കർത്താവ് നമുക്ക്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 വാചകങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അതേ കാര്യം 9-ാമത്തെ വാക്യത്തിലും പറയുന്നു, ഞാൻ വാതിലാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ് വാതിലാകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്കത് കാണുവാൻ കഴിയുന്നു, ഞാൻ നല്ല ഇടയൻ. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സിൽ 2-ാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് ഇടയനാകുന്നു, നല്ല ഇടയനാകുന്നു. 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, ഒന്ന് കർത്താവ് വാതിലാകുന്നു, അതുപോലെ തന്നെ കർത്താവ് നല്ല ഇടയനാകുന്നു. അതിനെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു കർത്താവ് നല്ല ഇടയനാണ്. നല്ല ഇടയൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ചില സവിശേഷതകൾ, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ ആടിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു, അതുപോലെ തന്നെ ആടിനെ ഇടയൻ പേർ ചൊല്ലി വിളിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ആടുണ്ടെങ്കിലും ഇടയന് അവരെ നന്നായി അറിയാം, അവരുടെ പേരുകൾ അറിയാം. കർത്താവ് ഈ ഉപമ, യേശു കർത്താവ് ഒരു നല്ല ഇടയനാണ്, നമ്മളൊക്കെ ആടുകളാണെന്നുള്ള രീതിയിലാണ് കർത്താവ് ഇത് പറഞ്ഞു വരുന്നത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശു കർത്താവിൻ്റെ ഈ വാചകങ്ങൾ കേട്ട ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അതിൻ്റെ വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. നോക്കിക്കേ, നല്ല ഇടയൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, മുൻപായി നല്ല ഇടയൻ നടക്കുകയാണ്. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. കള്ളൻ വരുമ്പോൾ, കവർച്ചക്കാരൻ വരുമ്പോൾ ആടുകൾ അതിനെ അനുഗമിക്കുന്നില്ല, പക്ഷേ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുക. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മളൊക്കെ കർത്താവിൻ്റെ ആടുകളായിരിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതൊന്ന്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുക. ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതുമായിട്ടൊരു കാര്യം ഇതാണ്, എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ എത്ര നാളായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്? ഒരു നല്ല ആട്, പ്രൈസ് ദി ലോർഡ്, നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കും. ആടുകൾ ഇടയൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദം അറിയുന്നവരായി തീരുക, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി തീരുക. നല്ല ഇടയൻ്റെ ചില സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കിയതിൽ ഒന്ന്, നല്ല ഇടയൻ ആടുകൾക്ക് മുൻപായി നടക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് ഒരിക്കലും നമ്മെ എവിടെയും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല. കർത്താവ് നമുക്ക് മുൻപായി നടക്കും. പ്രൈസ് ലോർഡ്, നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ്, നമുക്ക് വേണ്ടുന്ന ആലോചനകൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരും. നാം എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ കർത്താവിനറിയാം. കാരണം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഒരു ആട് നടക്കുന്നുവെങ്കിൽ ഇടയൻ നമുക്ക് മുൻപായി നടക്കുന്നുണ്ട്. ആ ആട് ഇടയൻ്റെ ശബ്ദം കേട്ട് ഇടയൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ ആ ആട് ഒരിക്കലും ആ മിൻസ്വത്വം പതറിപ്പോകത്തില്ല, വീണ് പോകത്തില്ല. മുൻപിൽ ഒരു കുഴിയുണ്ട്, മുൻപിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ഇടയൻ അറിയാം. പ്രൈസ് ലോർഡ്, ഇടയൻ്റെ ശബ്ദം കേട്ട് ഇടയൻ്റെ ശബ്ദം അറിഞ്ഞ് അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആട് പരാജയപ്പെട്ടു പോകത്തില്ല, ആട് വീണു പോകത്തില്ല. വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്വതന്ത്രം യേശു കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുക. കർത്താവ് പറയുക, ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ ഒന്നാകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ യഹൂദന്മാർ യേശുവിനെ കല്ലെറിയാൻ പോലും തുനിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ കർത്താവ് മാറിപ്പോകുകയാണ്. വീണ്ടും അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 26-ന്റെ അവസാനത്തിലും അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമ്മുടെ ഇടയൻ നമ്മെ അറിയുന്ന ഒരു ഇടയനാണ്. കർത്താവ് നമ്മെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് നിത്യജീവനെ കുറിച്ച് കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ആമേൻ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അത് 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടുഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ
ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു സവിശേഷത നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, ഇടയൻ ആടുകളെ അറിയുന്നുണ്ട്, അതുപോലെ തന്നെ ആടുകളും ഇടയനെ അറിയുന്നുണ്ട്. കർത്താവ് പറയുക, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നുണ്ട്. പ്രിയ ദൈവദർശനമേ, കർത്താവിനെ നന്നായി അറിയുവാൻ, കർത്താവിനെ മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കിടയായി തീരണം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ആ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട്, കർത്താവിൻ്റെ ശബ്ദം അറിഞ്ഞ് അനുഗമിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. വശങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.